ഹലോ എവരിവൺ, ദിസ് ഇസ് ബൈസൽ. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഡൽഹി പോലീസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഇനിയുള്ള 3 ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള 3 മാസം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് PYQs ചെയ്തതിന് ശേഷം ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗത്ത് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായി പഠിച്ചു പോകുക എന്നുള്ള പാറ്റേൺ ആണ്. അതായത് വളരെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് വൈഡ് ഏരിയയിലേക്ക് പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് 3 മാസമൊക്കെ ഒരു എക്സാമിനേഷന് ഉള്ളൂ എങ്കിൽ നമ്മൾ പഠിക്കേണ്ട സ്ട്രാറ്റജി മെത്തേഡ് എന്ന് പറയുന്നത് PYQസിൽ നിന്ന് ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോകുക എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾക്ക് 6 മാസം 1 വർഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഉള്ള സമയമുണ്ട്. എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് PYQs ചെയ്ത് പഠിച്ചതിന് ശേഷം ക്ലാസ്സുകളിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹോം അഫയേഴ്സ് മിനിസ്റ്ററിനെ കുറിച്ച് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമിത്ഷായാണ് എന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ ആരാണ് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിരുന്നു. നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രാജ്നാഥ് സിംഗ് ഇന്ത്യയിൽ ആരാണ്? രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ്. നമ്മൾ ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ, പട്ടാളം, ഇന്ത്യയുടെ പട്ടാള മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. അങ്ങനെ പഠിച്ചാൽ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. UN എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. എന്താണ് UNന്റെ പ്രത്യേകത? എന്താണ് യുണൈറ്റഡ് നേഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കറിയാം 1945 എന്താണ് 45 സംഭവിക്കുന്നത്? 1945 നമ്മളുടെ ജപ്പാന്റെ ഹിറോഷിമയിൽ ഒരു ബോംബ് വീഴുന്നുണ്ട്. ഈ ബോംബ് വീഴുന്നതോടെ യുദ്ധം വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തി. വളരെ വലിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. ഇനി ഒരു യുദ്ധം, അതായത് 3ാമത്തെ ലോക മഹായുദ്ധം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് 1945 യുണൈറ്റഡ് നേഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 24 ആയിരുന്നു യുണൈറ്റഡ് നേഷൻ ഫോം ചെയ്തത്. അതായത് ഒക്ടോബർ 24 എന്ന് പറയുന്നത് UN ഡേ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ ഡേ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. 1945 യുണൈറ്റഡ് നേഷൻ നിലവിൽ വരുന്നത്. ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ യുണൈറ്റഡ് നേഷൻ നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 24 അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് UN എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. UN ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മാൻഹട്ടനിലാണ്. മാൻഹട്ടനാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ മാൻഹട്ടൻ എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് നമ്മളുടെ അമേരിക്കയിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ഈ മാൻഹട്ടൻ എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഓപ്ഷൻസിൽ മാൻഹട്ടൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവില്ല, ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അയ്യോ എന്താണ് ഓപ്ഷൻസ് ഇല്ലാത്തത് എന്നോർത്ത് ടെൻഷൻ ഒന്നും ആവണ്ട. മാൻഹട്ടൻ ഇല്ല എങ്കിൽ ന്യൂയോർക്ക് കൊടുക്കുക. ഈ ന്യൂയോർക്കിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് മാൻഹട്ടൻ. സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാൻഹട്ടൻ ആണ്. ഈ മാൻഹട്ടൻ ഓപ്ഷൻ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഒന്നും ചെയ്യത്തില്ല. ന്യൂയോർക്ക് ഉണ്ടെങ്കിൽ ന്യൂയോർക്ക് ആയിരിക്കും ശരിയായ ആൻസർ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. UN സെക്രട്ടറി ജനറൽ സ്ഥിരമായി എക്സാംസിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ. സാധാരണഗതിയിൽ UN സെക്രട്ടറി ജനറൽമാർ ഏത് രാജ്യത്തിൽ നിന്നാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത് പോർച്ചുഗൽക്കാരനാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ അന്റോണിയോ ഗുട്ടറസ് ഒരു പോർച്ചുഗൽക്കാരനാണ് എന്നുള്ള കാര്യം എളുപ്പത്തിൽ ഓർത്തിരിക്കുക. ആൻഡ് അത് ഓർത്തിരിക്കാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്കറിയാം, പോർച്ചുഗൽ എന്ന് കേൾക്കുമ്പോൾ CR7 ആയിരിക്കും നിങ്ങൾ ഓർക്കുന്നത്, ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാം. സോ അന്റോണിയോ ഗുട്ടറസ് UNന്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഒരു പോർച്ചുഗൽക്കാരനാണ്. കാരണം എക്സാമുകൾക്ക് നമ്മൾ പഠിക്കേണ്ട മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് ഇതാണ് കണക്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ നിന്ന് സത്യത്തിൽ നമ്മളെ ചോദ്യം ഇത് വല്ലതുമായിരുന്നു. അതായത് പോർച്ചുഗലിനെ കുറിച്ചായിരുന്നു നമ്മളെ ചോദ്യം, അതോ UN സെക്രട്ടറി ജനറലിനെ കുറിച്ചായിരുന്നു ചോദ്യം. UN എന്നാണ് ഫോം ചെയ്തതെന്ന് നമ്മളോട് ചോദിച്ചില്ല. UN ഏത് വർഷമായിരുന്നു എന്ന് നമ്മളോട് ചോദിച്ചില്ല. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെയാണോ അതാണ് ഞാൻ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു തന്നത്. സത്യത്തിൽ ചോദ്യം ഇതായിരുന്നു. കഴിഞ്ഞ വർഷത്തെ UN ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നായിരുന്നു ചോദ്യം. UNന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മാൻഹട്ടനിലാണ്. ആ കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് നമുക്ക് എക്സാമിന് വരാൻ പോകുന്ന സാധ്യതകൾ കൂടി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ കൂടി പറഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിലേക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. നമുക്ക് അടുത്ത ചോദ്യ പാറ്റേണിലേക്ക് പോകാം.
അടുത്ത നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ ഏരിയ? ഇന്ത്യയിൽ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഇന്ത്യയിൽ നമുക്കറിയാം 28 സ്റ്റേറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഇന്ത്യക്കുള്ളത്. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭരണ പ്രദേശത്തെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് വിളിക്കുന്നത്. 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ചോദ്യം അതല്ല, ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ് എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, രാജാക്കന്മാരെ പോലെയാണ് അവർ എന്ന് പറയുന്നത്, രാജാവാണ് അവർ എന്നുള്ളത്. സോ രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, രാജസ്ഥാനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് കൂടിയാണ് രാജസ്ഥാൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് കൂടിയാണ് രാജസ്ഥാൻ എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഈ രാജസ്ഥാൻ നമ്മൾ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് പറഞ്ഞു. അപ്പൊ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഏതാണ്? ഏറ്റവും ചെറിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഗോവ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ്. അതായത് ഇന്ത്യ ഇങ്ങനെ പോകുമ്പോൾ ഒരു പൊട്ടായിട്ടാണ് ഇവിടെ എന്ത് കിടക്കുന്നത്? ഗോവ കിടക്കുന്നത്. സോ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഗോവയാണ്. ഗോവയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പനാജിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഗോവയുടെ ക്യാപിറ്റൽ പനാജിയാണ്. ഇനി ഗോവ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് അല്ലേ? ചോദ്യം ഇങ്ങനെയും വരാറുണ്ട്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കോസ്റ്റൽ ലൈനുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിക്കും. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കോസ്റ്റൽ ലൈനുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള കോസ്റ്റൽ ലൈൻ നിങ്ങൾ തന്നെ പറയൂ. ഇന്ത്യയിൽ ഇങ്ങനെയാണ് കോസ്റ്റൽ ലൈൻസ് പോകുന്നത് ആണല്ലോ. ഇങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു പെനിൻസുലാർ കൺട്രിയാണ്. പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ഐലൻഡ് എന്ന് പറയാൻ നമുക്കറിയാം 4 വശവും ചുറ്റം വെള്ളം കെട്ടിക്കിടക്കുന്നതിനാണ് നമ്മൾ എന്ത് ഈ പറയുന്ന ഐലൻഡ് എന്ന് പറയുന്നത്. എന്നാൽ 4 വശമുണ്ടോ? ഇല്ല. ഇവിടെയൊന്നും ഈ പറയുന്ന നമ്മളുടെ വെള്ളമില്ല. ഇവിടെയൊക്കെ ലാൻഡ് ലോക്ക് കിടക്കുക. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന നൈബറിംഗ് കൺട്രി ഏതാണ് എന്നൊരിക്കൽ ഡൽഹി പോലീസ് ചോദിച്ചു. നിങ്ങൾ പറയാം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന നൈബറിംഗ് കൺട്രി ആരാണ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ഒരു നൈബറിംഗ് കൺട്രിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന നൈബറിംഗ് കൺട്രിയാണ്. അതൊക്കെ ഞാൻ ഡയറക്ഷൻസ് വെച്ച് പഠിപ്പിക്കാറുണ്ട്. സോ നിങ്ങൾ അതിൽ ടെൻഷൻ ഒന്നും ആവണ്ട. ഇപ്പൊ നമ്മൾ ഈ പാറ്റേണിലേക്ക് പോകാം. അപ്പൊ ഈ ഗോവ ഇവിടെ കിടക്കല്ലേ? ഇത്രയും ചെറിയ സ്ഥലമല്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് കോസ്റ്റൽ ലൈൻ. ഈ ഗോവ ആകെ ഇത്ര ചെറിയ സ്ഥലമാകുമ്പോൾ ചെറിയ കോസ്റ്റൽ ലൈൻ അല്ലേ ഉണ്ടാവുള്ളൂ. സോ ഗോവയിലാണ് ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കോസ്റ്റൽ ലൈൻ ഉള്ളത്. ഗോവയിലാണ് എന്നുള്ള കാര്യം എടുക്കുക. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കോസ്റ്റൽ ലൈൻ ഉള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതും ഗോവയ്ക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തർപ്രദേശാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ. ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ, ഏറ്റവും കൂടുതൽ അസംബ്ലി സീറ്റുകൾ, ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ ഉള്ളതും ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ്. ഒരൊറ്റ പാറ്റേണിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുക എന്നുള്ള പാറ്റേണാണ് നമ്മൾ നോക്കിയത്. സോ ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലഡാക്ക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ലഡാക്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി. ലഡാക്കിന്റെ ക്യാപിറ്റൽ ലേ ആണ്. ലായിൽ നിന്ന് തന്നെ തുടങ്ങും. ലേ ആണ് ലഡാക്കിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഏറ്റവും വലുത് ലഡാക്കാണ്. ലഡാക്കിന്റെ ക്യാപിറ്റൽ ലേ ആണ് എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലഡാക്ക്, ലായിൽ നിന്ന് നമുക്ക് കിട്ടും ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും നമ്മുടെ മലയാളികൾ ഉള്ള സ്ഥലമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ്. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കവരത്തിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ കവരത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ കവരത്തിയാണ്. ഇനി നമ്മൾ പറഞ്ഞു ലഡാക്കാണ് ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് ലക്ഷദ്വീപാണ്. ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഗോവയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഹു വാസ് awarded the ഭാരത് രത്ന in 1954? 1954 രാജ്യം ഭാരത് രത്നം കൊടുത്ത് ആദരിച്ചത് ഇവരിൽ ആർക്കാണ് എന്നുള്ളതാണ്. ആദ്യത്തെ പ്രണബ് മുഖർജി ഭാരത് രത്നം കിട്ടിയിട്ടുണ്ടോ? പ്രണബ് മുഖർജിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ എക്സ് പ്രസിഡന്റ് ആണ് ആര്? പ്രണബ് മുഖർജി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി. അദ്ദേഹത്തിന് രാജ്യം ഭാരത് രത്നം കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1954 അല്ല കൊടുത്തത്. അടൽ ബിഹാരി വാജ്പേയി കൊടുത്തിട്ടുണ്ട് രാജ്യം ഭാരത് രത്നം കൊടുത്തിട്ടുണ്ട്.
അതായത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു എ.ബി. വാജ്പേയി. കോൺഗ്രസ് ഇതര ഭരണത്തിന്റെ കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയും എ.ബി. വാജ്പേയി ആണ്. അതായത് കോൺഗ്രസ്സുകാരനല്ലാതെ ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയും കാലാവധി പൂർത്തീകരിക്കുകയും ചെയ്തു. വെറുതെ പ്രധാനമന്ത്രി ആവുകയല്ല, ടെന്യൂർ കംപ്ലീറ്റ് ചെയ്തു. 5 വർഷം കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണ് എ.ബി. വാജ്പേയി. സോ അദ്ദേഹത്തിനും രാജ്യം ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, സ്പോർട്സിൽ നിന്ന് ഭാരതരത്നം കിട്ടിയ ഏക വ്യക്തി ആരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി ചോദ്യം ഇങ്ങനെയും വരാറുണ്ട്, ദ യംഗസ്റ്റ് പേഴ്സൺ ഹൂ ഗോട്ട് ഭാരതരത്നം കിട്ടിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സോ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഈ പറയുന്ന യംഗസ്റ്റ് പേഴ്സണാലിറ്റി. എന്നാൽ ഇവർക്ക് ആർക്കും ഈ പറയുന്ന 1954 ഭാരതരത്നം കൊടുത്തത്. അപ്പൊ 54 ഭാരതരത്നം കൊടുത്ത വ്യക്തികളുടെ പേര് ഇതിനകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ കണ്ടോ, നൺ ഓഫ് ദ എബവ്. തന്നിരിക്കുന്നതിൽ ആരുമല്ല. സത്യത്തിൽ ആൻസർ എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമിന് ഇതായിരുന്നു ആൻസർ, നൺ ഓഫ് ദ എബവ്. ഇവർക്കാർക്കും 1954 രാജ്യം ഭാരതരത്നം കൊടുത്തില്ല. ഭാരതരത്നത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു സിവിലിയന് കൊടുക്കാൻ സാധിക്കുന്ന, ഒരു സാധാരണക്കാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭാരതരത്ന എന്ന് പറയുന്നത്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതരത്നയാണ് എന്നുള്ള കാര്യം ഓർക്കുക. സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് അത് പത്മവിഭൂഷൺ ആണ്. സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഇനി തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് പത്മഭൂഷൺ ആണ്. ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് പത്മശ്രീ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഭാരതരത്നം സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1954 ഭാരതരത്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 1954 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പാറ്റേൺ ആണ് എന്ത്, ഭാരത് രത്ന എന്ന് പറയുന്നത്. സോ ഭാരത് രത്ന ആണ് 1954 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പാറ്റേൺ. 1954 ഭാരതരത്നം കൊടുക്കുന്നത് ആദ്യം 3 പേർക്കായിരുന്നു കൊടുത്തിരുന്നത്. 3 പേർക്കാണ് രാജ്യം 1954 ഭാരതരത്നം കൊടുക്കുന്നത്. ആ 3 പേർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സി.വി. രാമൻ ആയിരുന്നു. സി.വി. രാമൻ എന്ന് പറയുന്നത് വ്യക്തിയുടെ പ്രത്യേകത, നമുക്ക് ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഇന്ത്യയിൽ സി.വി. രാമൻ എന്ന് പറയുന്നത്. നോബൽ സമ്മാനം ലഭിച്ച, ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി.വി. രാമനാണ്. 1930 സി.വി. രാമന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. 1930 സി.വി. രാമന് നോബൽ സമ്മാനം ലഭിച്ചു. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന എഫക്റ്റിനാണ് സി.വി. രാമന് ഈ പറയുന്ന നോബൽ സമ്മാനം കിട്ടുന്നത്. സി രാജഗോപാലാചാരി എന്ന് പറയുന്ന മറ്റൊരാൾക്കും രാജ്യം ഭാരതരത്നം കൊടുത്തു. ആ വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് ഗവർണർ ഉണ്ടോ? ഇല്ല. ഇന്ത്യക്ക് ഇപ്പോൾ ഗവർണർ ഇല്ല. ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി ഇദ്ദേഹത്തിലൂടെ അവസാനിച്ചു. അതായത് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് സി രാജഗോപാൽ ആചാര്യ ആയിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഗവർണർ ജനറൽ പദവി അലങ്കരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സി രാജഗോപാൽ ആചാര്യ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഇതിനു മുമ്പുള്ള ഗവർണർ ജനറൽസ് ആരും ഇന്ത്യക്കാരല്ലായിരുന്നു, അവരെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. സോ ഇന്ത്യക്കാരനായിട്ട് ഒരാൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി അലങ്കരിക്കുന്നത് സി രാജഗോപാലാചാര്യാണ്. എന്നാൽ അവസാനമായി ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി അലങ്കരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും സി രാജഗോപാലാചാര്യാണ് എന്നുള്ള ഒരു കാര്യം ഓർക്കുക. അപ്പൊ സി രാജഗോപാലാചാര്യക്കും സി.വി. രാമനും രാജ്യം ഭാരതരത്നം കൊടുത്തു. ഇനി ഭാരതരത്നം കൊടുത്ത മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്കറിയാം. നമ്മൾ സെപ്റ്റംബർ 5-ാം തീയതി ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്ന വ്യക്തി. സെപ്റ്റംബർ 5-ാം തീയതി ഇവരുടെ പിറന്നാളിനാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. നമ്മൾ സെപ്റ്റംബർ 5-ാം തീയതി ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നത് ആരുടെ പിറന്നാളിനാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിറന്നാളിനാണ്. ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ? ഇന്ത്യ ആദ്യമായി വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തി. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. ആദ്യമായിട്ട് രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിച്ചതും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയാണ്. അതെന്താണ് ഈ സംഭവം? അതായത് ഇന്ത്യയിൽ ആരാണോ ഇന്ത്യയുടെ രാജ്യസഭാ ചെയർമാൻ, ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം തന്നെയായിരിക്കും എല്ലായ്പ്പോഴും ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത്. അതായത് ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം തന്നെയായിരിക്കും എല്ലായ്പ്പോഴും ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത്. അതായത് ആദ്യത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ എസ്
രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എങ്കിൽ അദ്ദേഹം തന്നെയല്ലേ രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ പദവിയും അലങ്കരിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തി ഈ മനുഷ്യൻ തന്നെയാണ്. വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതായത് ചോദ്യം ഇത്രയും ഉള്ളൂ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പാറ്റേണിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. അതായത് എന്താണ് കണക്ടിങ് മെത്തേഡ്സ് എന്നുള്ള കാര്യം ഞാൻ പഠിക്കാം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതായത് നിങ്ങളുടെ ബുക്കിൽ നിങ്ങളൊരു പേജ് എടുക്കുക. നിങ്ങളുടെ ബുക്കിൽ നിങ്ങളൊരു പേജ് എടുക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇതല്ലേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ബുക്കിന്റെ നടുക്ക് എഴുതുക. ബുക്കിന്റെ നടുക്ക് ഡോക്ടർ എസ് എന്റെ കൂടെ തന്നെ എഴുതിക്കോ. നിങ്ങൾ വേഗം ബുക്ക് എടുക്കുക, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് എഴുതുക. നാട്ടിൽ ഇഷ്ടംമാതിരി കളറുണ്ട്, പച്ച, നീല, ചുവപ്പ്, കറുപ്പ്, കിട്ടാവുന്ന എല്ലാ കളർ പേരുകളും മാറ്റി വെക്കുക. എന്താ പ്രശ്നം എന്നറിയാവോ? ജാനുവരിയിൽ നമ്മുടെ എക്സാം നടക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി ഈ ഒരേ കളർ പേര് നീലയെ തന്നെ എഴുതിക്കൊണ്ട് കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, നമുക്ക് വായിക്കാൻ തോന്നില്ല. നീല 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 അല്ലെ കറുപ്പ് കറുപ്പ്. ഒരു പേപ്പറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്ന് വിചാരിക്കാം. വ്യത്യസ്തമായ കളറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കാം. എന്താ ഗുണം? വ്യത്യസ്തമായ കളറുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനുള്ള താല്പര്യം ഒരുപാട് കൂടും. അപ്പം പേജിൻ്റെ നടുക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? പേജിൻ്റെ നടുക്ക് നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് എഴുതി. പേജിൻ്റെ നടുക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് എഴുതിയിട്ട് നമ്മൾ 4 വരെ അങ്ങ് വരയ്ക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. എന്താണ്? സെപ്റ്റംബർ 5-ാം തീയതി രാധാകൃഷ്ണന്റെ പിറന്നാളാണ്, അന്ന് തന്നെയാണ് ടീച്ചേഴ്സ് ഡേ. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് പഠിക്കും? ടീച്ചേഴ്സ് ഡേ എന്നാണ് നമ്മൾ പഠിച്ചു. സെപ്റ്റംബർ 5-ാം തീയതിയാണ് രാധാകൃഷ്ണന്റെ പിറന്നാളാണ്, സെപ്റ്റംബർ 5. സെറ്റ്. നമ്മൾ എഴുതും ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കിട്ടിയോ? ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റ് ആണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റ് ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നതും രാധാകൃഷ്ണനാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസിലിരുന്ന്, ഈ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസിലിരുന്ന് ഭാരതരത്നം കിട്ടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? രാധാകൃഷ്ണൻ. ഫസ്റ്റ് ഭാരത് രത്ന വിന്നർ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. ഭാരതരത്ന വിന്നർ ആണ് ആര്? ആദ്യത്തെ 1954 ഭാരതരത്നം തുടങ്ങിയെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഭാരതരത്ന ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. എന്താ ബാക്കി? ഞാൻ നേരത്തെ പറഞ്ഞ ഇയാൾക്ക് മാത്രമേ കൊടുത്തോളൂ നമ്മള്. അല്ല, 3 പേർക്ക് കൊടുത്തു. ആർക്കൊക്കെയാ? CV രാമന് കൊടുത്തു, C രാജഗോപാലാചാര്യക്ക് കൊടുത്തു. പക്ഷെ C രാജഗോപാലാചാര്യ ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ ഇരുന്ന വ്യക്തിയല്ല. CV രാമൻ ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ ഇരുന്ന വ്യക്തിയല്ല. ഭരണഘടനാ പദവി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന സ്ഥാനമാണ്. എന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ലല്ലോ ഭരണഘടനാ പദവിയല്ല. അപ്പൊ ഇതാണ് നമ്മൾ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരുമിച്ച് എഴുതിയത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാജ്യസഭയുടെ ചെയർമാനാണ്. നമുക്ക് ഇന്ത്യയുടെ ആദ്യത്തെ രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിച്ചതും നമ്മളുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. കണ്ടോ എത്ര ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ രാജ്യസഭാ ചെയർമാൻ, ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ പിറന്നാള് സെപ്റ്റംബർ 5-ാം തീയതി ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. ഇതെല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതാണ് ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. സോ പഠിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡാണ് കണക്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന പാറ്റേൺ. നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5-ാമത്തെ ചോദ്യമാണ്. 5-ാമത്തെ ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ 5-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് കോൾഡ് ദ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളത്. ഇന്ത്യയുടെ പിങ്ക് സിറ്റി നിങ്ങൾ ഇതിൽ നിന്ന് നോക്കൂ. ഏതാണ് പിങ്ക് സിറ്റി എന്ന് പറയുന്നത്? ഹൈദരാബാദ് ഉണ്ട്, ബംഗളൂരു ഉണ്ട്, ചെന്നൈ ഉണ്ട്, ജയ്പൂർ ഉണ്ട്. ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ്. എന്താണ് ജയ്പൂരിന്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ പഠിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് രാജസ്ഥാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. രാജസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജയ്പൂരാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ജയ്പൂർ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജയ്പൂർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടെ മൊത്തം പിങ്ക് സിറ്റിയാണ്. അവിടുത്തെ അമ്പലം, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി എല്ലാം പിങ്ക് കളറിലിരിക്കും. ആ ഏരിയയിൽ എല്ലാവരും പിങ്ക് ആയിട്ടിരിക്കും. പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മളുടെ ജയ്പൂരാണ് എന്നുള്ള കാര്യം ഓർക്കുക. സിറ്റി ഓഫ് പേൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നിങ്ങൾ പറയും. സിറ്റി ഓഫ് പേൾ
അതായത് സാധാരണഗതിയിൽ നമ്മൾ ഹൈദരാബാദ് ടൂറൊക്കെ പോകുമ്പം സാധാരണഗതി നമ്മളോട് പറയും ഹൈദരാബാദ് എന്നുമ്പം ബിരിയാണി കഴിക്കുമ്പോൾ ഞങ്ങളെ കൂടി ഓർക്കണേ, ഹൈദരാബാദ് ബിരിയാണി ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ബിരിയാണിയാണ് ആണല്ലോ. പിന്നെ എന്താണ് പറയുന്നത്, വരുമ്പം ഞങ്ങൾക്ക് പേളുമാല കൊണ്ടുവരണേ എന്ന് പറയും. പേളുമാല, പേൾ എന്ന് പറഞ്ഞാൽ പവിഴമാണ്, പേളുമാല. അതായത് ഇന്ത്യയിൽ ഏറ്റവും നല്ല പേള് കിട്ടുന്നത് ഹൈദരാബാദാണ്. സിറ്റി ഓഫ് പേൾ എന്നറിയപ്പെടുന്നതും ഹൈദരാബാദാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ സിറ്റി ഓഫ് പേൾ എന്നറിയപ്പെടുന്നത് നമ്മളുടെ ഹൈദരാബാദാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഹൈദരാബാദിന്റെ പ്രത്യേകതയാണ് സിറ്റി ഓഫ് പേൾ എന്നുള്ള കാര്യം ഓർക്കുക. ബംഗളൂരു ഒരുപാട് വിശേഷണങ്ങളുള്ള നാടാണ്. ബംഗളൂരു എന്ന് പറയുന്ന കർണാടകയുടെ ക്യാപിറ്റലാണ്. ഹൈദരാബാദ് എന്തിന്റെ ക്യാപിറ്റലാണ്? ഇതെല്ലാം ക്യാപിറ്റൽ സിറ്റികളാണ്. ഹൈദരാബാദ് തെലങ്കാനയുടെ ക്യാപിറ്റലാണ്. തെലങ്കാനയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ അവസാനം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? അത് തെലങ്കാനയാണ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച സ്റ്റേറ്റാണ് തെലങ്കാന എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റായ രാജസ്ഥാന്റെ ക്യാപിറ്റലാണ് ജയ്പൂർ എന്ന് പറയുന്നത്. തെലങ്കാനയുടെ പ്രത്യേകത സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണ ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് ഏത്? തെലങ്കാന എന്ന് പറയുന്നത്. തെലങ്കാന എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും അവസാനം രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ 29ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് ആര് വരുന്നത്? തെലങ്കാന വരുന്നത്. ചുരുങ്ങി ഞാനല്ല പറഞ്ഞ 28 സ്റ്റേറ്റേ ഉള്ളൂ എന്നുള്ളത്. അതെ, 29ാമത്തെ സംസ്ഥാനമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ 28 സ്റ്റേറ്റുകളെ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ജമ്മു ആൻഡ് കശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നൈസായിട്ട് നമ്മൾ 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് വെച്ചു. ലഡാക്കും കശ്മീരും എന്ന് പറഞ്ഞാൽ 2 യൂണിയൻ ടെറിട്ടറി. അപ്പം ആ സ്റ്റേറ്റ് അങ്ങ് പോയി. ഇപ്പം 29ൽ നിന്ന് 28ലേക്കാക്കി. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ 28 സ്റ്റേറ്റുകളും. കർണാടകയുടെ ക്യാപിറ്റലാണ് ബംഗളൂരു. തമിഴ്നാടിന്റെ ക്യാപിറ്റലാണ് ചെന്നൈ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പം നമ്മളുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഹൂ ഇസ് ദ കറന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി? ഇപ്പോഴത്തെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ പദവി അലങ്കരിക്കുന്ന ആരാണ്? അതായത് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങളുമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളതാണ്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴും ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ഇവർ തന്നെയായിരിക്കും. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ എല്ലായ്പ്പോഴും ഇവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. നമ്മളെ ചതിക്കാനായിട്ട് കുറച്ച് പേർ ഡൽഹി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരാ? ഡൽഹി നോക്കും ദയ്യോ നമ്മുടെ മനസ്സിലേക്ക് അരവിന്ദ് കെജ്രിവാൾ. നമ്മൾ കുറെ തവണ കേട്ടിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി നേതാവാണ്. മറ്റേ ചൂലൊക്കെ എടുത്ത് നടക്കുന്ന ചൂല്, ഇംഗ്ലീഷ് എന്താ? ബ്രൂം. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഒരിക്കൽ എക്സാമിന് ചോദിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം എന്താണ് എന്നുള്ളത്. ബ്രൂമാണ്, ചൂല് ആണല്ലോ. ചൂലൊക്കെ എടുത്ത് നടന്ന അരവിന്ദ് കെജ്രിവാളിന്റെ തലയിൽ തുപ്പിയൊക്കെ വെച്ചാൽ എല്ലാവർക്കും അറിയാം അരവിന്ദ് കെജ്രിവാൾ. ഓപ്ഷൻ കാണുമ്പോൾ ഡൽഹി സെറ്റ് അരവിന്ദ് കെജ്രിവാൾ. നമ്മളിതാ ചൂലൊക്കെ എടുത്ത് നടന്ന ആളാ, പുള്ളി വലിയ പ്രധാനപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്താലോ? പൊട്ടത്തെറ്റാ. എന്റെ ചോദ്യം, 2025 ഡൽഹിയുടെ മുഖ്യമന്ത്രി, അതായത് ഇപ്പോഴാരാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയുടെ ഡൽഹി ഒരു സ്റ്റേറ്റ് ആണോ? അല്ല. നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറിയുമുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി ആണല്ലോ. അതിന്റെ ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. പക്ഷെ പുള്ളി ജയിലിൽ പോയി. ജയിലിൽ പോയിട്ട് തിരിച്ചു വന്ന പുള്ളി രാജിവെച്ചു. രാജിവെച്ചിട്ട് അപ്പൊ തന്നെ രേഖാ ഗുപ്തയ്ക്ക് എത്തിയോ? ഇല്ല. ആം ആദ്മി പാർട്ടിക്കാരിയായ അതിഷി മർലേനെ അവര് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാക്കി. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ച് അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചു. അങ്ങനെ പിന്നെ ഇലക്ഷൻ നടക്കുവാണ്. ഇലക്ഷൻ നടന്നപ്പം ബി.ജെ.പിക്കാരിയായ രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചു. എനിക്ക് വല്ലോ രാഷ്ട്രീയമുണ്ടോ? ഇവർ ആം ആദ്മി പാർട്ടിക്കാരിയാണ്, ഇവർ CPM കാരിയാണ്, ഇവർ കോൺഗ്രസ്സുകാരിയാണ്, ഇവർ BJP-കാരിയാണ് എന്നൊക്കെ പറയാൻ എന്തിനായിരിക്കും ഞാൻ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഡൽഹി പോലീസിന്റെ എക്സാമാണ്. അപ്പോൾ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ഏത് പാർട്ടിക്കാരിയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടി BJP ഭരിക്കുന്ന യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി എന്ന് പറയുന്നത്. BJP-കാരിയായ രേഖാ ഗുപ്തയാണ് നമ്മൾ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ പദവി അലങ്കരിക്കുന്നത്. സോ ഡൽഹി ഭരിക്കുന്ന യൂണിയൻ ടെറിട്ടറി ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതിഷി മർലേനയും അരവിന്ദ് കെജ്രിവാളും ആരാണ്? ആം ആദ്മി പാർട്ടിക്കാരിയാണ്. ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ഷീലാ ദീക്ഷിത് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ്സുകാരിയാണ് ഷീലാ ദീക്ഷിത്. സോ ദിസ് ഇസ് ദ പാറ്റേൺ. ഇങ്ങനെയാണ് നമ്മൾ കാര്യം പഠിക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത നമ്മുടെ ചോദ്യം കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട. നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തും. സോ നമ്മൾ i+ന്റെ ചാനൽ ഫോളോ ചെയ്യുമ്പം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും കൂടി കിട്ടും. എല്ലാ ദിവസവും ഡെയിലി നിങ്ങൾ രാവിലെ കണ്ടു തുറക്കുന്നത് i+ന്റെ കറണ്ട് അഫയേഴ്സ് സെഷൻ കണ്ടുകൊണ്ടായിരിക്കും. കറണ്ട് അഫയേഴ്സിൻ്റെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ
അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കറണ്ട് അഫയേഴ്സ് വലിയ ആനയും ചേനയും കാര്യമുള്ള. ഇപ്പം നമ്മൾ സ്ഥിരമായി എന്ത് ചെയ്യുന്നു, രാത്രി നമ്മൾ എന്ത് കാണും, നമ്മൾ മത്സരം കാണും. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മത്സരമൊക്കെ കണ്ട് ആണല്ലോ. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു അതൊരു റൈവലറി ഒന്നുമല്ല, എല്ലാ കളിയും പാകിസ്ഥാൻ നോക്കുക, പിന്നെ നിങ്ങൾ എന്തിനാണ് അതിന് റൈവലറി എന്നൊക്കെ വിളിക്കുന്നത്. സൂര്യകുമാർ യാദവിന്റെയും കൈ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെ കണ്ടു. എക്സാമിന് ചോദിക്കുമോ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ എന്തുകൊണ്ടാണ് കൈ കൊടുക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കൂ? അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. നമ്മളോട് ചോദിക്കും. നമ്മൾ സ്പോർട്സിൽ നിന്ന് എക്സാമിന് ഉറപ്പാണ്. കറണ്ട് അഫെയറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നാണ് സ്പോർട്സ്. ചോദ്യം ഉറപ്പായിരിക്കും. നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ കളിയോടാണ് നടക്കുന്നത്. ആരാണ് ഇതിൽ ജയിക്കുന്നത്, ആരാണ് റണ്ണറപ്പ്? ജയിച്ചത് ആരാണ്, റണ്ണറപ്പ് ആരാണെന്ന് ഞാൻ പറയാത്തത്. ഫൈനൽ നടന്നില്ല ഇതുവരെ. ഫൈനൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആരാണ് ജയിച്ചത്, ആരാണ് റണ്ണറപ്പ്. റണ്ണറപ്പ് എന്ന് വെച്ചാൽ എന്താ, ഫൈനൽ തോക്കുന്ന ടീമിനെ നമ്മൾ വിളിക്കുന്നത് പേരാണ് റണ്ണറപ്പ്. പക്ഷേ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ട കാര്യം, അതായത് ഞാൻ അടുത്ത എക്സാമിനേഷന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കറണ്ട് അഫെയർ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് എക്സാമിനേഷന് അന്ന് നടന്ന സമയത്ത് ഒരു ക്വസ്റ്റൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വെന്യൂ ആയിരുന്നു ചോദിച്ചത്. നമുക്കിനി പഠിക്കണോ, ഞാൻ എലിമിനേറ്റ് ചെയ്ത് പറഞ്ഞു. കാരണം ഇനി അത് പഠിക്കണോ, ഇനി നിങ്ങളത് പഠിക്കണ്ട. PYക്ക് പഠിക്കുമ്പോഴേ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കി കളഞ്ഞു കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ PYക്ക് പഠിക്കുമ്പോൾ വേണ്ട. കാരണം അന്നത്തെ PYക്ക് അന്നത്തെ എന്താണ് ഈ പറയുന്ന കറണ്ട് അഫെയറാണ്. നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാത്രം മതി. ഞാൻ പറഞ്ഞു തരുന്ന മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 2025 മെൻസ് ഏഷ്യ കപ്പില് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇന്ത്യയിലാണോ? അല്ല. പാകിസ്ഥാനിലാണോ? അല്ല. ശ്രീലങ്കയിലാണോ? അല്ല. ഓസ്ട്രേലിയയിലാണോ? അല്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായില് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് എന്ത് നടക്കുന്നത്? നമ്മളുടെ ഏഷ്യ കപ്പ് മത്സരം നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാ? ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗർബ എന്ന് പറയുന്ന ഡാൻസിനെ കുറിച്ചാണ്. ഡാൻസുകൾ, ഫെസ്റ്റിവൽ, സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാ തവണയും ഡൽഹി പോലീസ് ചോദിക്കുന്ന ഒന്നാണ്. ഡൽഹി പോലീസിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഫെസ്റ്റിവലുകൾ ഇല്ലാത്ത പരിപാടികളില്ല, ഡാൻസുകൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവാറില്ല, ക്രിക്കറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നോക്കുന്നത് ഷുവർ ഷോട്ടുകളാണ്. ആദ്യം നമ്മൾ ഷുവർ ഷോട്ടുകളെല്ലാം പഠിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി. എന്തായാലും ഉറപ്പായി ചോദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. പല ഡാൻസുകളുണ്ട് ഇന്ത്യയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് എന്ന് നിങ്ങൾ പറയാം. ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് ഭരതനാട്യമാണ്. ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് ഭരതനാട്യമാണെങ്കിലും അത് ഏത് സ്റ്റേറ്റിൻ്റെയാ? തമിഴ്നാടിന്റെ ഡാൻസാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. കേരളത്തിന് എത്ര ക്ലാസിക്കൽ ഡാൻസുകളുണ്ട്? കേരളത്തിന് മൊത്തം 2 ക്ലാസിക്കൽ ഡാൻസുകളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണ് കേരളത്തിന്റെ ക്ലാസിക്കൽ ഡാൻസുകൾ? കഥകളി നമുക്കറിയാവുന്നതാണ്. കഥകളി കേരളത്തിന്റെ ഡാൻസ് ആണ് എന്നുള്ള കാര്യം. ആൻഡ് നമുക്ക് മോഹിനിയാട്ടം കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ്. നിങ്ങൾ ആലോചിക്കുക, പിന്നെ കഥകളിയൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ സാറേ എന്നുള്ളത്. ഡൽഹി പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കേരളത്തിൽ നിന്നല്ല ഇറക്കുന്നത്. എനിക്കറിയാം, മലയാളികളായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഥകളി കേരളത്തിൽ നിന്നാണ് എന്നുള്ളത്. പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഡൽഹിയിലുള്ളവർക്ക് ഉത്തരാഖണ്ഡിലുള്ളവർക്ക് ഇത് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളത് പഠിക്കണം. പക്ഷേ ഈ അടുത്തൊരു കുട്ടി പറയുന്നത് കേട്ട് മോഹിനിയാട്ടം തമിഴ്നാടിൻ്റെ അല്ലേ സാറേ എന്ന്. അല്ല, മോഹിനിയാട്ടം മലയാളികളുടെയാണ്, കേരളത്തിൻ്റെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗർഭ എന്ന് പറയുന്ന ഡാൻസാണ്. ഗർഭ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഞാൻ പാറ്റേൺ ചെയ്തു തരാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഒന്നുമില്ല. നിങ്ങളൊരു എലിയെ സ്വപ്നം കാണുക. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു എലി ഗർഭിണിയാണ് എന്ന് ഓർക്കുക. നമ്മുടെ എലി ഗർഭിണിയാണ്, വയറൊക്കെ വീർത്തിരിക്കുന്ന ഗർഭിണിയായ എലിയാണ്. ഗർഭിണിയായ എലി, ഇതാ എലി 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 നിങ്ങൾ നോക്കിയതാ എലി, റാറ്റ്, ഗർഭിണിയായ എലി. ഇനി നിങ്ങൾ തന്നെ പറയാം ഗർഭ. പഠിക്കേണ്ട കാര്യമുണ്ട്. ഗർഭ എന്ന് പറഞ്ഞാൽ ഗുജറാത്താണ്. അതോ ഇനി ഗർഭ എന്ന് പറഞ്ഞ ഡാൻസ് ഗുജറാത്തിനെയാണ്, ഗർഭ എന്ന് പറഞ്ഞ ഡാൻസ് ഗുജറാത്തിനാണ്. ഇങ്ങനെ പഠിക്കേണ്ട കാര്യമാണോ? യു ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി ലൈക്ക് ദിസ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീടിനടുത്തുള്ള എലി എന്ന് പറയുന്നത് ഗർഭിണിയാണെന്ന് ഓർത്താൽ നിങ്ങൾ എളുപ്പത്തിൽ കിട്ടും. ഗർഭ കണ്ടാൽ നിങ്ങൾക്ക് ഗുജറാത്തിന് ഓർമ്മ വരും. റാറ്റ്, ഗുജറാത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കിട്ടും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ സ്പെല്ലിങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട, നിങ്ങൾ ഒന്നിനെയും കുറിച്ച് ടെൻഷൻ ആവണ്ട. ഈ പറയുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസേഴ്സിലേക്ക് എത്താം. ഡു ഫോളോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.